നമസ്കാരം. AICC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നടന്ന LDC സ്പെഷ്യൽ റിസർവേഷന്റെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിന്റെയും 22ാം പദത്തിന്റെയും തുക 100 ആയാൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നേക്കുന്നത് 12ാം പദത്തിന്റെയും 22ാം പദത്തിന്റെയും കൂടെ തുകയാണ്. 12ാം പദം എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ 12ാം പദം എന്ന് പറഞ്ഞാൽ A+11D ആണ്. A+11D ആണ് 12ാം പദം എന്ന് പറയുന്നത്. നിങ്ങൾ സമാന്തര ശ്രേണിയെ കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക, അതിനകത്ത് സമാന്തര ശ്രേണി ഉണ്ട്, ഇഷ്ടംപോലെ പാർട്സ് ഉണ്ട് കേട്ടോ. അതൊന്ന് 1 by 1 ആയിട്ട് കണ്ടാൽ മതി, എല്ലാം മനസ്സിലാവും. അപ്പൊ 12ാം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് A+11D എന്ന് എഴുതാം. 22ാം പദം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊന്ന് കുറയ്ക്കണം, 21D എന്ന് എഴുതാം. ഇത് രണ്ടിന്റെയും കൂടെ തുകയാണ് അവർ 100 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, 12ാം പദം എന്ന് പറഞ്ഞാൽ 12ൽ നിന്ന് കുറയ്ക്കുക, 11D എയോട് ആദ്യ പദത്തോടൊപ്പം കൂട്ടിയാൽ മതി. A+11D പ്ലസ് A+21D ആണ് 100. 22ാം പദം എന്ന് പറഞ്ഞാൽ A+21D. ഇതിനകത്ത് എയും കൂടെ കൂട്ടിയാൽ നമുക്ക് 2A എന്ന് കിട്ടും. 11Dയും 21Dയും കൂടെ കൂട്ടിയാൽ 11 21 എത്ര, 32 അല്ലേ, 32D എന്ന് വരും. അതാണ് 100. ഓക്കെ, ഇത്ര ഇവിടെ ഇരിക്കട്ടെ, ഇത്ര ജസ്റ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ശ്രേണിയിലെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ n/2 × 2A + n-1 × D എന്നാണ്. ഇതാ റിസൾട്ട്. അപ്പൊ ആദ്യത്തെ 33 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 33/2 × 2A + n-1. അതായത് ഇവിടെ എന്ത് കിടക്കുന്നു, അതിൽ നിന്നൊന്ന് കുറച്ചത്. അപ്പൊ ഇവിടെ 33 കിടക്കുന്നത്, n 33 ആണ്. അപ്പൊ 33 - 1 32D. ഓക്കെ, അപ്പൊ 33/2 × 2A + 32D അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര 100 ആണ്. 2A + 32D 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 2A + 32D 100. അപ്പൊ 2A + 32Dയുടെ സ്ഥലത്തോട്ട് 100 വെച്ചു കൊടുക്കാം. അപ്പൊ 2ഉം 100 കൂടെ കട്ട് ചെയ്ത് 50 കിട്ടി. അപ്പൊ 33 × 50 നമ്മുടെ ഉത്തരം. അപ്പൊ 33നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 15 1 5 15 1 16 165. അപ്പൊ 165ഉം പിന്നെ ഒരു 0 കൂടി ഇല്ലേ, ഈ 50ലെ 0. അപ്പൊ 1650 എന്ന് കിട്ടും. മീൻസ് ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 27x ഡിവൈഡഡ് ബൈ 3ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/7 ആയാൽ എക്സിന്റെ വില. ചുമ്മാ നോക്ക്, 27x ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതാം, 3ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/7. ഈ ഹരിച്ചിട്ടേക്കുന്ന സാധനം ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പൊ 27x ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്തൊരു 3/7 ഉണ്ട്. ഹരിച്ചിട്ടേക്കുന്ന സാധനം ഈക്വൽ സൈൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ചെയ്യണം, 3/2 എന്ന് വരും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ അറിയാം. A⁻m × A⁻n എന്ന് പറഞ്ഞാൽ A⁻m + n ആണ്. എന്ന് വെച്ചാൽ ഈക്വൽ സൈൻ്റെ റൈറ്റ് സൈഡ് 3/7 + 2 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 3/7 × 3/2. അപ്പൊ 3/9 ആയില്ലേ. 3 7 തവണയും 3 2 തവണയും കൂടെ ചേരപ്പം 3 9 തവണയായില്ലേ, 3/9. ഇവിടെ ആൾറെഡി 27x നമുക്ക് ഈ 27നെ ഒന്ന് ശ്രദ്ധിക്കുക. 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാന്ന് നമുക്കറിയാം. അപ്പൊ 27നെ നിങ്ങൾക്ക് 3/³ എന്ന് എഴുതിക്കൂടെ, 3ന്റെ ക്യൂബ് എന്ന് എഴുതിക്കൂടെ. 27ന് പകരം 3ന്റെ ക്യൂബ് എന്ന് എഴുതാം, x. കാരണം ഇവിടെ 3 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 3ന്റെ പവർ കിട്ടിയേ പറ്റൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു ഇക്വേഷനോടെ നിങ്ങൾ അറിയണം. A⁻m the whole raised to n എന്ന് പറഞ്ഞാൽ A⁻, ഈ പവറിന് ഹോൾ പവർ വന്നാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, m × n. ഓക്കെ, അപ്പൊ ഈ 3x മൾട്ടിപ്ലൈ ചെയ്യണം, 3/3x ദാറ്റ് ഈസ് ഈക്വൽ ടു 3/9. അപ്പൊ 3/3x ഈക്വൽ ടു 3/9 ആണെങ്കിൽ ഈ പവറിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്തൂടെ നമുക്ക്. 3/3x അതിന് ഈക്വൽ 3/9. ഇവിടെ 3ന് പവർ, ഇവിടെ 3ന് പവർ, അപ്പൊ പവർ ഈക്വൽ ആയിരിക്കും. അപ്പൊ 3x ഈക്വൽ ടു 9 ആയിരിക്കും. അപ്പൊ എക്സിന്റെ വില 9/3. ഇന്ത്യയിലേക്ക് 3 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി, /3 9/3 3 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ എ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 6000 രൂപ 10% പലിശയ്ക്ക് 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം എത്ര? അപ്പൊ 3 വർഷത്തേക്കുള്ള 3 വർഷം ശ്രദ്ധിക്കണം, 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മൾ വ്യത്യാസം കണ്ടെത്താൻ
ഡിഫറൻസ് വ്യത്യാസം കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വേണേ അത് കാണാതെ പഠിക്കാം, അല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാതെ 1 3 3 1 ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ പഠിച്ചു വെച്ചേക്കുന്നത് അത് ഫോളോ ചെയ്താൽ മതി. അപ്പം 3 വർഷത്തേക്കാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. 3 വർഷത്തേക്കാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഇതാണ്. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റേറ്റ് കാണുക R/100 ഇൻറ്റു അതിന്റെ ഒരു വട്ടവും കൂടെ R/100 കാണുക ഇൻറ്റു ഒരു 300-നോടൊപ്പം 6 കൂട്ടുക എന്നിട്ടൊരു /100 കൂടെ കാണുക. ഇതാ ഇക്വേഷൻ. ഒരു വലിയ ഇക്വേഷൻ ആണെന്ന് തോന്നുന്നല്ലേ. P ഇൻറ്റു R/100 ഇൻറ്റു R/100 ഇൻറ്റു 300 + 6/100. ഇതാ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. ഇനി 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ഇത്ര മാത്രമാണ്. P ഇൻറ്റു R/100 ഇൻറ്റു R/100. 3 വർഷമാകുമ്പോൾ അതിനോടൊപ്പം 300 + 6/100 കൂടെ വരും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിച്ച തുക അത് നമുക്കറിയാം 6000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതാണ് 6 എന്ന് പറയുന്നത് 10%. അപ്പൊ 10/100 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 10/100 ഇൻറ്റു 300 + 6. 6 10 ആണേ. അപ്പൊ 300 + 6. 6 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 300 + 10 310 എന്ന് എഴുതട്ടെ. 310/100. ഓക്കെ. 6 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 300 + 10 എന്ന് പറഞ്ഞാൽ 310/100. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്ക്, ഈ 2 0 ഈ 2 0 ആയിട്ട് കെട്ട്, ഈ ഒരു 0 ഈ ഒരു 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 0 ആയിട്ട് കെട്ട്. എന്നുവെച്ചാൽ താഴത്തെ പൂജ്യങ്ങളെല്ലാം പോയി. ഇനി മണ്ടയിൽ ഒരു 6ഉം ഒരു 31 മാത്രമേ ഉള്ളൂ. അപ്പൊ 31 × 6 6 6 6 3 18 186 എന്ന് ഉത്തരം. അപ്പൊ 186 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി. 4ാമത്തെ ചോദ്യം. 15 നോട്ട് ബുക്കുകൾ 330 രൂപയ്ക്ക് വാങ്ങിയാൽ 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 11 നോട്ട് ബുക്കാണ്. ഇത് നോട്ട് ബുക്കാണേ. നോട്ട് ബുക്ക് 15 എണ്ണം നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്? 330 രൂപയ്ക്ക് കിട്ടി. ഇതേ പോണക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ 418 രൂപയ്ക്ക്, രൂപയുടെ നേരെ അത് എഴുതുക കേട്ടോ. 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്ക് കിട്ടുമെന്നാ ചോദ്യം. 15 നോട്ട് ബുക്കിന് 330 രൂപ. അങ്ങനെയാണ് എത്ര നോട്ട് ബുക്കിനാണ് 418 രൂപ എന്നാ ക്വസ്റ്റ്യൻ. എപ്പോഴും ഒരേ ലെവലിൽ മെണ്ടയിലും താഴെ ഒരേ സാധനം ആയിരിക്കണം. ഇപ്പൊ ഇത് രൂപ ഇത് രൂപ. ഇത് 15 നോട്ട് ബുക്കാ. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ നോട്ട് ബുക്കിന്റെ എണ്ണം താഴെ വരേണ്ടത്. ഇത് കണ്ടെത്താൻ നിങ്ങൾ ക്രോസ് ചെയ്ത് ഗുണിച്ചിട്ട് ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. 418 രൂപയ്ക്ക് എത്ര നോട്ട് ബുക്ക് കിട്ടുമെന്നറിയാൻ നിങ്ങളിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് ചെയ്ത് ഗുണിക്കുക. ക്രോസ് ചെയ്ത് നിൽക്കുന്ന സംഖ്യകളുണ്ടല്ലോ അത് തമ്മിൽ ഗുണിക്കുക. 15 × 418. എന്നിട്ടാണ്ട് ഈ വരയ്ക്കാത്ത ഒരാളേ ഉള്ളു. ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ക്രോസ് ചെയ്ത് ഗുണിക്കുക. ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെയുള്ള നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തെടുത്തോ. 15 330 വേണേ കട്ട് ചെയ്ത് പോവാം. 5 വെച്ച് കട്ട് ചെയ്യാം. നമുക്ക് വേണേ 15നെ 3 വെച്ച് കട്ട് ചെയ്യാമേ. അപ്പൊ 5 ഇതിനെ 3 ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ 1 1 0. പിന്നെ നിങ്ങൾ നോക്കുക 5 110 കട്ട് ചെയ്യും. 5 110 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 22 എന്ന് കിട്ടും. 5 × 22 അല്ലേ 110. ഇനി 418 22 കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 418 22 2 വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കിയോ. 2 0 4 204 11. 204നെ 11 കൊണ്ട് 204 തന്നെയല്ലേ. സോറി 2 വെച്ച് കട്ട് ചെയ്യപ്പം 209 204 അല്ല 209. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ 418ന്റെ പകുതി 400ന്റെ 200 18ന്റെ 9. അപ്പം 400ന്റെ 200 18ന്റെ 9. അപ്പൊ 209. ഇനി 209നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 209 ഡിവൈഡ് ബൈ 11. 1 11 11 9 9 11 9 99 0. 19 നോട്ട് ബുക്ക് മേടിക്കാം. 19 നോട്ട് ബുക്ക്. ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ. ക്വസ്റ്റ്യൻ. 16 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിനെ വളച്ച് 10 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കി മാറ്റിയാൽ അതിന്റെ വിസ്തീർണം. ഈ ക്വസ്റ്റിനകത്ത് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ചിലപ്പം ഇങ്ങനെ ആവാം. ഇതിന്റെ വശം 16 സെന്റിമീറ്റർ ആണ്. 16 സെന്റിമീറ്റർ. ഇത് നമ്മളിങ്ങനെ പിടിച്ച് നോക്കണം. ഇപ്പൊ ഈ ഒരു ചതുരം ഇങ്ങനെ ഇരിക്കുക. ഇത് നമ്മൾ പിടിച്ചിങ്ങനെ നൂത്ത് കഴിയപ്പം ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ചുറ്റളവ് അതായിരിക്കും ആ നീണ്ടു വരുന്ന സാധനം. ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിടിച്ച് നൂത്ത്. അപ്പൊ നീളമല്ല ഒരു കമ്പി ഇട്ടത്തില്ലേ, കമ്പിട്ട്. ഓക്കെ. അതിന്റെ ചുറ്റളവ്
ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ ചതുരത്തിന്റെ ചുറ്റളവായിരിക്കത്തില്ലേ, 16, 16, ഇവിടെയും 16, ഇവിടെയും 16. ഈ 16 4 കൂടെ ആഡ് ചെയ്താൽ മതി. അല്ലെ തന്നെ ഒരു സമചരത്തിന്റെ ചുറ്റളവ് 4a ആണ്. a എന്ന് പറഞ്ഞാൽ ഒരു വശത്തിന്റെ നീളമാണ്. 64 എന്ന് കിട്ടും. 64. ഇതിന്റെ ചുറ്റളവ് 64. അപ്പൊ ഇതേ ചുറ്റളവുള്ള ഒരു സമചരം വളച്ച് നമ്മൾ 10 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കുന്നത്. ഈ കമ്പിയെ വളച്ച് 10 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കുന്നു. ഇതിന്റെ വീതി 10 സെന്റിമീറ്ററാണ്. നീളം എത്രയാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 64. അപ്പൊ ഇവിടെ 10 ഇവിടെ 10. ക്ലിയർ അല്ലേ? അപ്പം ഈ 64 ചുറ്റളവ് നമുക്ക് ഇതിന്റെ എല്ല് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയപ്പോഴും ഇതേ ചുറ്റളവ് തന്നെ കിട്ടണം. അതായത് സമചരത്തിന്റെ അതേ ചുറ്റളവ് തന്നെ കിട്ടണം. മീൻസ് 64 തന്നെ കിട്ടണം. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് നിങ്ങൾക്ക് അറിയാം എന്തുവാ? 2 × l+b ആണ് ചതുരത്തിന്റെ ചുറ്റളവ്. ഉറപ്പായിട്ടും ആ ചതുരത്തിന്റെ ചുറ്റളവ് ഇത് തന്നെ ആയിരിക്കും. കാരണം ഈ കമ്പി വളച്ച് നമ്മൾ അത് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും 64 തന്നെ കിട്ടും. ഈ 2 നമുക്ക് വേണമെങ്കിൽ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ l+b ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്ത്യ നിൽക്കുന്ന 2 അപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. 64/2 32. അതിൽ വീതി 10 ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായോ? വീതിയുടെ സ്ഥലത്ത് 10 ഇട്ട് കൊടുത്തു. കാരണം വീതി 10 ആണെന്ന് അവർ തന്നിട്ടുണ്ട്, ചോദ്യം തന്നിട്ടുണ്ട്. അപ്പൊ l എത്രയാണെന്ന് കണ്ടുപിടി. 32 - 10 22 എന്ന് വരും. 22. ഓക്കെ അല്ലേ? 22. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് അഥവാ വിസ്തീർണം. ഈ ചതുരത്തിന്റെ വിസ്തീർണം LB ആണ്. L എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 22 ആണ്. വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 10 ആണ്. 22 × 10 220 ആണ് കേട്ടോ. 220 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ. ഇതായിരിക്കും ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് വളച്ച് ഒരു ചതുരമാക്കി എന്ന് വെച്ചാൽ ഒരു 16 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കി ഇത് മടക്കി നമുക്ക്, ഇത് മടക്കി എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, വളച്ചെന്ന. അപ്പൊ ഇതിന്റെ ചുറ്റളവ് ഇത് അടിച്ച് നീട്ടിയിട്ട് ചുറ്റളവ് വെച്ച് വളച്ചിട്ടായിരിക്കും ഈ ചതുരം നിർമ്മിച്ചേക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ ഉത്തരം ഇങ്ങനെ ചെയ്ത് 220 അർപ്പിച്ചേക്കുവാണ് കേട്ടോ. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. 16, 81, 64, 256, 625. ഇതെല്ലാം ഓരോ സ്ക്വയറുകളാണ് നിങ്ങൾക്ക് കാണപ്പോഴേ അറിയാം. അപ്പൊ 16 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 4ന്റെ സ്ക്വയർ ആണ്. 81 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 9ന്റെ സ്ക്വയർ ആണ്. 66 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 8ന്റെ സ്ക്വയർ ആണ്. 256 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 16ന്റെ സ്ക്വയർ ആണ്. 625 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 25ന്റെ സ്ക്വയർ ആണ്. 25ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എല്ലാം സ്ക്വയറാണ്. അപ്പൊ പിന്നെ ഒറ്റയാൻ ആര്? അപ്പൊ ഒറ്റയാൻ ആരെന്ന് നിങ്ങൾക്ക് കറുപ്പിക്കാൻ വേണമെങ്കിൽ 64 കറുപ്പിക്കാം. 64 ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ ബാക്കി ഒരെണ്ണത്തിനൊഴിച്ച് ബാക്കിയുള്ളതിന് ഒരു പൊതു സ്വഭാവം കാണണം. ഈ ബാക്കി എല്ലാത്തിനും ഒരു പൊതു സ്വഭാവം ഉണ്ട്. എന്താണെന്ന് നോക്കാമോ? 64 ഒഴിച്ച് ബാക്കി 16, 81, 256, 625. ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു സ്ക്വയറിന്റെ സ്ക്വയറാണ്. 4ന്റെ സ്ക്വയറാ 16, 4 ഒരു സ്ക്വയറാ. 9ന്റെ സ്ക്വയറാ 81, 9 3ന്റെ സ്ക്വയറാ. 16ന്റെ സ്ക്വയറാ 256, 16 ആൾറെഡി ഒരു 4ന്റെ സ്ക്വയറാ. 25ന്റെ സ്ക്വയർ 625, 25 ആൾറെഡി 5ന്റെ സ്ക്വയറാ. പക്ഷെ 8ന്റെ സ്ക്വയർ 64, 8 6 സ്ക്വയർ അല്ല. അപ്പൊ ആ ഒരു പ്രത്യേകത കാരണത്താൽ നമുക്ക് 67 വേണേ കറുപ്പിക്കാം കേട്ടോ. ഓപ്ഷൻ സി. ഓക്കെ, അപ്പം ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 7, 25, 61, 121. ഈ 61, 121 ഒക്കെ കാണപ്പോഴേ 60, 120 ഒക്കെ കാണപ്പോഴേ നിങ്ങൾ 60ന്റെ നിയറസ്റ്റ് നമ്പർ 64നെ കുറിച്ചും 121ന്റെ നിയറസ്റ്റ് നമ്പർ 125നെ കുറിച്ച് ആലോചിക്കണം. കാരണം ഇത് രണ്ടും ക്യൂബുകളാണ്. 64, 125 ക്യൂബുകളാണ്. ഓക്കെ, അവിടെ നമ്മൾ പിടിക്കണ്ടേ. അപ്പൊ യഥാർത്ഥത്തിൽ 4ന്റെ ക്യൂബാണ് 64. 4ന്റെ ക്യൂബാണ് 64. ആ 64 നിങ്ങൾ ആലോചിച്ച് നോക്ക്. 64 ഒരു 3 കുറച്ച 64 3 കുറച്ചാൽ നമുക്ക് ഈ 61നെ കിട്ടും. അപ്പൊ 4ന്റെ ക്യൂബിൽ നിന്ന് 3 കുറച്ചതായത് മനസ്സിലായോ? 121 എന്ന് പറഞ്ഞാൽ 125 നിങ്ങൾ ആലോചിക്കുക. 125 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 5ന്റെ ക്യൂബാ. അപ്പൊ 5ന്റെ ക്യൂബിൽ നിന്ന് എത്ര കുറച്ചാൽ 121 കിട്ടും? 4 കുറച്ചാൽ കിട്ടും 121. എന്ന് വെച്ചാൽ 5ന്റെ ക്യൂബിൽ നിന്ന് 4 കുറച്ചാൽ നിങ്ങൾക്ക് 121 കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെ 25 ഒന്ന് ആലോചിച്ച് നോക്ക്. 25 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3ന്റെ ക്യൂബ് എടുത്ത് 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. 27 2 കുറച്ചതാ. എന്നുവെച്ചാൽ 25 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബിൽ നിന്ന് 2 കുറച്ചതാ. അപ്പൊ ഇത് 2ന്റെ ക്യൂബ് 8, 8 1 കുറച്ചതാ. അപ്പൊ ഈ സീരീസ് എങ്ങനെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 2ന്റെ ക്യൂബ് 8, 8 1 കുറച്ചാൽ ഈ 7 കിട്ടും.
3ന്റെ ക്യൂബ് 27, 27ൽ നിന്ന് 2 കുറച്ച 25 കിട്ടും. 4ന്റെ ക്യൂബ് 64, 64ൽ നിന്ന് 3 കുറച്ച 61 കിട്ടും. 5ന്റെ ക്യൂബ് 125, 125 4 കുറച്ച 121 കിട്ടും. എന്നുവെച്ചാൽ ഈ സീരീസ് പൊക്കോണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാ? ആദ്യത്തത് 2ന്റെ ക്യൂബ് 8 - 1 7, 3ന്റെ ക്യൂബ് 27 - 2 25, 4ന്റെ ക്യൂബ് 64 - 3 61, 5ന്റെ ക്യൂബ് 125 - 4 121. അങ്ങനെയാണ് ഇനി ഉറപ്പായിട്ടും 6ന്റെ ക്യൂബ് മൈനസ് കുറയ്ക്കുന്ന സംഖ്യ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 കുറച്ച് 2 കുറച്ച് 3 കുറച്ച് 4 കുറച്ച് ഇനി 5 കുറച്ചാണ്. അല്ലെ ഇങ്ങനെ ചിന്തിച്ചാലും മതി. 6ന്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുന്നത്. 5ന്റെ തൊട്ട് മുമ്പ് 4, 4ന്റെ തൊട്ട് മുമ്പ് 3. ഓക്കെ, അപ്പൊ 6ന്റെ ക്യൂബ് യഥാർത്ഥത്തിൽ എത്ര? 6ന്റെ ക്യൂബ് എത്ര യഥാർത്ഥത്തിൽ? 216. 216ൽ നിന്ന് അപ്പൊ എത്ര കുറയ്ക്കാനാ പറഞ്ഞേക്കുന്നത്? 5 കുറയ്ക്കാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, 1 2 3 4 5 211 8. അപ്പൊ 6ന്റെ ക്യൂബ് 216ൽ നിന്ന് 5 കുറച്ച 211 ഉത്തരം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഉണ്ട്, ഓപ്ഷൻ ഡി. 8ാമത്തെ ക്വസ്റ്റ്യൻ. 3000 ഡിവൈഡ് ബൈ 5ന്റെ സ്ക്വയർ പ്ലസ് 1200 ഡിവൈഡ് ബൈ 2ന്റെ ക്യൂബ് മൈനസ് 2ന്റെ സ്ക്വയർ. ബോട്ട്മാസ് റൂൾ ഫോളോ ചെയ്യാം. ബോട്ട്മാസ് എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം, ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, അതൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇത് രണ്ടും ഇല്ല. അപ്പൊ ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്, അത് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടേ ആ 5ന്റെ സ്ക്വയർ അങ്ങ് എഴുതണം. 25 പ്ലസ് 1200 ഡിവൈഡ് ബൈ 2ന്റെ ക്യൂബ് എത്ര? 8 മൈനസ് 2ന്റെ സ്ക്വയർ എത്ര? 4. ആ പവറുകളൊക്കെ അങ്ങ് മാറ്റി വെക്കണം കേട്ടോ. ഇനി 3000നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3000നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തോ? 3000 ബൈ 25, 30 ഒരു തവണ 25, പിന്നെ ബാക്കി 5 0 2 50 0 0 120 എന്ന് വരും. അപ്പൊ ഇത് നമുക്ക് 120 കിട്ടും. പ്ലസ് 1200നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1200നെ 8 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 1 8 8 4 0 5 8 40 0 150 മൈനസ് 4. ഓക്കെ, 120 150 ആഡ് ചെയ്യും. ഇനി ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അതില്ല. ഇനി അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്താൽ മതി. 120 150 കൂടെ ആഡ് ചെയ്യും. 270. ആ 270ൽ നിന്ന് 4 പോട്ടെ, 266. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഉണ്ട്, ഓപ്ഷൻ ബി. 9ാമത്തെ ക്വസ്റ്റ്യൻ. 2007 ജനുവരി 1 തിങ്കളായാൽ 2011 ജനുവരി 1 ഏത് ദിവസം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ മാസവും ഡേറ്റ് സെയിം ആണ് കേട്ടോ. മാസവും ഡേറ്റ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും ചിന്തിക്കേണ്ട. 2007 2011 ഡിഫറൻറ്റ് വർഷം. ആ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കുക. 2007 ജനുവരി 1 തിങ്കളാണ് തന്നിട്ടുണ്ട്. 2011 ജനുവരി 1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഈ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കുക. 2011 നിന്ന് 2007 കളയുക. എത്ര കിട്ടും? 4 അല്ലേ വരുന്നേ? 4. എന്നിട്ട് ഈ 4നോടൊപ്പം ആഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ 2007 ജനുവരി 1 തൊട്ട് 2011 ജനുവരി 1 ഇടയ്ക്ക് എവിടെങ്കിലും ഫെബ്രുവരി 29 വരുന്നുണ്ടോ നോക്കണം. ഫെബ്രുവരി 29 വരുന്ന ലീപ്പ് ഇയർ അല്ല. അപ്പൊ ലീപ്പ് ഇയർ നോക്കിയാൽ മതി. 2007 കഴിഞ്ഞാൽ പിന്നെ 2008 ആണ് അടുത്ത ലീപ്പ് ഇയർ. പിന്നെ 2012 ഇത് കഴിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരാൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഫെബ്രുവരി 29 ഈ തീയതിക്കകത്താവും. അപ്പൊ ആ ഒരെണ്ണവും കൂടെ 2008 ഫെബ്രുവരി 29 ഒരെണ്ണം ഉണ്ട്. അപ്പൊ അതുകൂടി ഇതിനോടൊപ്പം ആഡ് ആവണം. അപ്പൊ എത്ര കിട്ടും? 5. ഈ കിട്ടിയ 5 ഇവിടെ എടുത്ത് ആഡ് ചെയ്താൽ മാത്രം മതി. വർഷങ്ങളുടെ വ്യത്യാസവും ഇതിനിടയ്ക്ക് വരുന്ന ഫെബ്രുവരി 29 എന്ന് പറയുന്ന തീയതിയുടെ എണ്ണവും അത് രണ്ടും കൂടെ എടുത്ത് ആഡ് ചെയ്യുക. ഇതെടുത്ത് ഇവിടോട്ട് അങ്ങ് കൂട്ടുക. തിങ്കൾ കഴിഞ്ഞിട്ട് എണ്ണിക്കോ. ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി. അപ്പൊ ഉത്തരം ശനി. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സിയുടെ മകനാണ് ബി. അപ്പൊ സിയെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച്. സിയുടെ മകനാണ് ബി. സിയുടെ മകനാണ്. അപ്പൊ ബി മകനാണേ. നമുക്ക് പുരുഷ കഥാപാത്രങ്ങളെല്ലാം ഒരു സ്ക്വയറിനകത്താക്കി വെക്കാം. സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ഒരു വട്ടത്തിനകത്ത് വിടാം കേട്ടോ. സിയുടെ മകനാണ് ബി. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നോക്കിക്കഴിഞ്ഞ് സിയും പിയും സഹോദരിമാരാണ്. അപ്പൊ സി ഒരു ലേഡി കഥാപാത്രമാണെന്ന് മനസ്സിലായി. സിയും പിയും സഹോദരിമാരാണ്. അപ്പൊ സിയുടെ ഒരു സഹോദരിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പി ആണ്. പി ഇവര് സഹോദരങ്ങളാണ്. പിയുടെ അമ്മയാണ് 6. അപ്പൊ പിയുടെ അമ്മയാണ് 6. പിയുടെ അമ്മയാണെങ്കിൽ ഇവര് സഹോദരിമാരായ സ്ഥിതിക്ക് ആറിന്റെ അമ്മ തന്നെ, സിയുടെ അമ്മ തന്നെ ആണല്ലോ 6. പിയുടെയും സിയുടെയും അമ്മ തന്നെ ആയിരിക്കുമല്ലോ 6. ഓക്കെ, 6ന്റെ മകനാണ് എഫ്. അപ്പൊ 6ന്റെ മകനാണ് എഫ്. 6ന്റെ മകനാണ് എഫ്. ഓക്കെ, അപ്പൊ ഇവരെല്ലാം സഹോദരങ്ങളാണ്. എന്നാൽ എഫ് ബിയുടെ ആരാണ്? എഫ് ബിയുടെ ആരാണ്? എഫ്
ബിയുടെ ആരാണ്? ബിയുടെ അമ്മയുടെ സഹോദരനല്ലേ? എഫ് എന്ന് പറയുന്നത് ബിയുടെ അമ്മ, ആ അമ്മയുടെ സഹോദരനല്ലേ അത്? അമ്മാവൻ. നമ്മുടെ ഓപ്ഷൻ പ്രകാരം അമ്മാവൻ. ബിയുടെ അമ്മയാണ് സി, സിയുടെ സഹോദരൻ എഫ്. അപ്പം ബിയുടെ ആരാ എഫ്? അമ്മാവനായില്ലേ? അമ്മാവൻ. ഓപ്ഷൻ സി. അമ്മയുടെ ആങ്ങള, അമ്മാവൻ, മാമൻ എന്നൊക്കെ നമുക്ക് പറയാം. അമ്മാവൻ. ക്ലിയർ അല്ലേ? എഫ് ബിയുടെ ആരാണ്? അപ്പൊ ഇത്രയേ ഉള്ളു, കഥ തീർന്ന്. 10 ക്വസ്റ്റ്യൻ ഉള്ളായിരുന്നു, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ മറ്റു കഥകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.